Hi all, welcome to Exam Y Learning. മക്കളെ നമ്മളെ 7ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ എക്സാമും അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അതിലെ നമ്മുടെ ബേസിക് സയൻസിലെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരം കൂടിയാണ്. എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ ഇതിൻ്റെ ഉത്തരം എനിക്കറിയുമോ, ഇതേ ചോദ്യം ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും ആൻസർ എഴുതുക എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളും എടുത്ത് തുടങ്ങാം. റെഡി അല്ലേ? അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും ആൻസർ പറയാം. റെഡി? ഓക്കെ, ശരി. നമ്മളെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമുക്കിവിടെ കാണാൻ പറ്റും, ഞാൻ ഇംഗ്ലീഷും കൊടുക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ മലയാളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീഡിയംകാർക്കും എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. ഒരുപാട് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? വിനെഗർ ഉണ്ട്, സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവയിൽ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? അപ്പോൾ ഒരു വസ്തുവിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ, ബേസ് ആണോ, അല്ലെങ്കിൽ ആൽക്കലി ആണോ, അതല്ല ലവണം സോൾട്ട് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മക്കളെ, വിനാഗിരി നമുക്കറിയാം പുളി രുചിയുള്ളതാണല്ലേ, സോർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്, അത് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ ഏതായാലും ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒരിക്കലും എന്താവൂല, വിനാഗിരി ആവൂല. സോഡിയം ക്ലോറൈഡ് പറഞ്ഞ ഉപ്പാണ്, നമ്മൾ സാധാ ഉപ്പുണ്ടല്ലോ കറിക്കൊക്കെ ഇടുന്നത്, ആ ഉപ്പാണ്, കോമൺ സാൾട്ട് ആണ്. അതൊരു എന്താണ്, സാൾട്ട് ആണ്, ലവണമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം എന്തായിരിക്കും, ആസിഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും. ഈ ഹൈഡ്രോക്സൈഡ് എന്നുള്ള പേര് അവസാനം വന്നു കഴിഞ്ഞാൽ അതെന്തായാലും എന്തായിരിക്കും, ഒരു ആൽക്കലി ആയിരിക്കും. അപ്പോൾ നമ്മളെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ 2 ആൽക്കലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൽക്കലി? സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് നമ്മൾ ആ ചാപ്റ്ററിന്റെ 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കൃത്യമായി സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് എക്സാമ്പിൾ റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് മറ്റൊരു പേര് പഠിച്ചു വെക്കണം, കാസ്റ്റിക് സോഡയാണ് മറ്റൊരു പേര്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആൻസർ ആയിട്ട് വരിക. സോപ്പ് നിർമ്മാണത്തിന് താഴെ പറയുന്നവയിൽ ഏത് പാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? സ്റ്റീൽ ബക്കറ്റ് എടുക്കണോ, പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കണോ? ഏത് പാത്രം ഉപയോഗിച്ചാണ് സോപ്പ് ഉണ്ടാക്കേണ്ടത്? യെസ്, നമ്മുടെ സ്റ്റീൽ ബക്കറ്റ് ആണ് എടുക്കേണ്ടത്. എന്താണ് അതേ തിരഞ്ഞെടുക്കാനുള്ള കാരണം? അത് നമ്മളെ ആ ചാപ്റ്ററിന്റെ ആ ഭാഗത്ത് തന്നെ സോപ്പ് നിർമ്മിക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട്. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും, താപം പുറത്തുവിടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റീൽ പാത്രത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പ്ലാസ്റ്റിക് പാത്രം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ താപം പുറത്തേക്ക് വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ഒരു പക്ഷേ ഉരുകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റീലിന്റെ പാത്രമാണെങ്കിൽ അതെന്ത് ചെയ്യൂല, ആ പ്ലാസ്റ്റിക് പോലെ പെട്ടെന്ന് ഉരുകി പോകൂല, അത് സോപ്പിന്റെ ഭാഗമായി മാറുകയും ചെയ്യൂല. നമുക്ക് നല്ല സോപ്പ് തന്നെ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അപ്പൊ താപം പുറത്തു വിടുന്നു, ആ രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റീൽ പാത്രം എടുക്കാനുള്ള കാരണം. ഇനി സോപ്പ് നിർമ്മിക്കുമ്പോൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നത് എന്തിനാണ്? അതും അവിടെ തന്നെ പറയുന്നുണ്ട് മക്കളെ, ഈ പറഞ്ഞ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നന്നായിട്ട് ഇളക്കണം. സോപ്പിന് എന്ത് ചെയ്യണം, ആകർഷകമായ മണവും നിറവും വേണമെങ്കിൽ സുഗന്ധദ്രവ്യം എന്നിവയും ചേർക്കാം. ഓക്കെ, അപ്പോൾ അവിടെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് എന്ത്, അതിന് സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, മിശ്രിതം കട്ടിയാവുന്നത് വരെ അത് നന്നായിട്ട് ഇളക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഈ പറഞ്ഞ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണമാണ്. അപ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് നമ്മുടെ ബുക്കിൽ തന്നെ കൊടുത്ത കാര്യങ്ങളാണ്. അതൊന്ന് കൃത്യമായി പഠിച്ചെന്ത് ചെയ്യണം, എക്സാമിന് അത് കറക്റ്റായിട്ട് എഴുതാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരം കഴിഞ്ഞു. അപ്പോൾ ആസിഡുകളും ബേസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഓരോ ആസിഡും അതിൻ്റെ ഉപയോഗം എന്താണെന്ന് കൃത്യമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? വിനാഗിരി എന്തിനാ ഉപയോഗിക്കുക, പിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ അച്ചാറുകൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിട്രിക് ആസിഡ് ഫുഡ് പ്രിസർവ് ചെയ്യാൻ അല്ലേ, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അല്ലേ, അതേപോലെ നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ അല്ലേ, ഈ പറഞ്ഞ പെയിന്റ് ഉണ്ടാക്കാൻ അതൊക്കെ എന്തുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ബാറ്ററി അല്ലേ, നമ്മൾ USSനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓട്ടോമൊബൈൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ടാനിക് ആസിഡ് ലെതർ ഉണ്ടാക്കാൻ, ഇങ്ക് ഉണ്ടാക്കാനൊക്കെ, മഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതേപോലെ ആൽക്കലിന് വരണം, സോപ്പ് ഉണ്ടാക്കാൻ, ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ, അതേപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ഇങ്ങനെയുള്ള പല പർപ്പസുകൾക്കും ആസിഡിന്റെയും ബേസിന്റെയും ഒക്കെ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഒക്കെ ആ ഉപയോഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ പേജിലുണ്ട്, 3ാമത്തെ ചാപ്റ്ററിന്റെ. അത് കൃത്യമായി നോക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഈ പറഞ്ഞ ആസിഡ് ബേസുകളിൽ. നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. 2ാമതൊരു ചോദ്യം നോക്കൂ നിങ്ങൾ.
ഒരു മണ്ണിനത്തിന്റെ pH മൂല്യം 6 ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണേ. ഈ മണ്ണിന്റെ രാസ സ്വഭാവം എന്തായിരിക്കും? അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കണം ഇത് ഏത് ചാപ്റ്റർ ആണ്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം 3ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, ആസിഡ് ആൽക്കലി തന്നെയാണ്. അപ്പോൾ pH മൂല്യം 6 ആണെങ്കിൽ ഏത് സ്വഭാവമാണ് മക്കളെ? pH എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് ആണോ, ന്യൂട്രൽ ആണോ, അതല്ല ആൽക്കലി ആണോ? അതിന്റെ റേഞ്ച് കൃത്യമായി നമുക്ക് അളവ് പറയാൻ സാധിക്കും അല്ലെ. 0 മുതൽ 14 വരെയാണ് ഉണ്ടാവുക pH സ്കെയില്. അതിൽ 7ൽ താഴെയാണെങ്കിൽ ആസിഡ് ആണ്, 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്, എബോവ് 7 ആണെങ്കിൽ അത് ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് ആണ്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഏതായിരിക്കും? ബേസിക് സ്വഭാവമായിരിക്കും, സോറി ആൽക്കലി സ്വഭാവമായിരിക്കും ഉണ്ടാവുക. കാരണം 7ൽ കുറവാണ് ആര്? ഈ പറഞ്ഞ വസ്തു മണ്ണിനും എന്നാണ് പറയപ്പെടുന്നത്. ആൽക്കലി എന്നാണ് എഴുതിച്ചത്, ആൽക്കലി അല്ല ആസിഡ്. ഓക്കെ, ആസിഡ്. ഓക്കെ, 7ൽ കുറവല്ലേ? 7ൽ കുറവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ആസിഡിക് ആയിരിക്കും. ഇനി ഈ മണ്ണിന്റെ pH മൂല്യം 7 ആക്കി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത് മക്കളെ? അഥവാ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ആസിഡായ വസ്തുവിലേക്ക് എന്ത് ചേർക്കണം? ആൽക്കലിയായ വസ്തു ചേർക്കണം അല്ലേ. അപ്പം നമ്മൾ സാധാരണ മണ്ണ് അസിഡിക് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറഞ്ഞ കുമ്മായം വിതറും. കുമ്മായം എന്ന് പറഞ്ഞാൽ സ്ലൈക്കഡ് ലൈമാണ്. ഈ കുമ്മായം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് സാധനം. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലി ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസിഡിക് ആയ മണ്ണ് എന്തായി മാറും? ന്യൂട്രൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആയ മണ്ണാണ് കൃഷിക്ക് എന്തുള്ളത്? നമ്മൾ ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏത്? അത് വിശദീകരിക്കുക. എന്താണ് രാസപ്രവർത്തനത്തിന്റെ പേര്? ഒരു ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ന്യൂട്രലൈസേഷൻ, നിർവീര്യകരണം അല്ലെ. അപ്പൊ ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താണ് കിട്ടുക? ഒരു ആസിഡും എന്ത് ചെയ്തു? നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു ആൽക്കലിയുമായി കൂട്ടിച്ചേർത്താൽ നമുക്കറിയാം ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായി സാൾട്ട് അഥവാ ലവണം ഉണ്ടാകും, പ്ലസ് എന്തുണ്ടാകും? ജലം അല്ലെ, അഥവാ വാട്ടറും ഉണ്ടാകും. സോൾട്ട് പ്ലസ് വാട്ടർ ആണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട്, ഉൽപ്പന്നമായിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അത് എഴുതി വെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ബിലോ ആർ 3 ഒബ്സർവേഷൻസ് ആർ നോട്ടഡ്. ഓക്കെ, എന്തുണ്ട്? ചില ഒബ്സർവേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. സാൻഡ് മണ്ണുണ്ട്, അതേപോലെ പറമ്പിലെ മണ്ണ് അല്ലെ, സോയിൽ ഫ്രം ഫീൽഡ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. മിനിമം എഫർവസൻസ് ഈസ് ഫോംഡ്. ഇതിലേക്ക് എന്ത് ഒഴിക്കണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടാണ് എന്ത് ചെയ്തത്? മണലിൽ അത് പതഞ്ഞു പൊങ്ങിയത്. പറമ്പിലെ മണ്ണാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. ക്വസ്റ്റ്യൻ എ, ഇവിടെ എന്താണ് ഈ വ്യത്യാസത്തിനുള്ള കാരണം? വാട്ട് ഈസ് ദ റീസൺ? ഈ ഒരു ഒന്നിൽ കുറഞ്ഞ് മാത്രമേ പൊന്തുന്നുള്ളൂ, പതഞ്ഞു പൊങ്ങുന്നുള്ളൂ. മറ്റേത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി. എന്താണ് ഇതിന് കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കൂടാ അല്ലേ? ഇപ്പം നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് അത് ഓക്സിജൻ വാതകം പുറത്തു വരും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് പതഞ്ഞു പോകുന്നത്. ജൈവാംശം അഥവാ ഈ പറഞ്ഞിട്ടുള്ള ഓർഗാനിക് കണ്ടന്റ് കൂടുതലാണെങ്കിൽ, ഹൈ ഓർഗാനിക് കണ്ടന്റ് ജൈവാംശം കൂടുതലാണെങ്കിൽ, ജൈവാംശം കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. അപ്പൊ കൂടുതൽ പതഞ്ഞു പൊങ്ങും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ മണലിൽ ജൈവാംശം വളരെ കുറവാണ്, ഓർഗാനിക് കണ്ടന്റ് കുറവാണ്. പറമ്പിലെ മണ്ണിലാണ് എന്ത് ചെയ്ത്? ഓർഗാനിക് കണ്ടന്റ് വളരെ കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് അത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയത്. വിവിധ മണ്ണിനങ്ങൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും? ഏതൊക്കെ കാര്യങ്ങളിലാണ് ആ സോയിൽസ് ഡിഫറെന്റ് ഉണ്ടാവുക? അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയേണ്ടതാ. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ഇവാപ്പറേഷൻ കണ്ടന്റിലുള്ള വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാൻ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റി, ജൈവാംശത്തിന്റെ അളവിലെ വ്യത്യാസം, ഓർഗാനിക് കണ്ടന്റിലുള്ള ഡിഫറൻസസ്, ഇതൊക്കെ ഓരോരോ ടൈപ്പ് മണ്ണിനങ്ങൾ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മണ്ണുകൾ കാര്യങ്ങളിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. മണ്ണിൽ ജലാംശമുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറ്റുമെന്നാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് മക്കളെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ ആ പറഞ്ഞ അതേ പേജിൽ തന്നെ. ഇത് നമുക്കറിയാം ഏത് ചാപ്റ്ററാണ്? നിർമ്മലമായ പ്രകൃതിക്ക എന്നുള്ള നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിൽ കുറച്ച് മണ്ണെടുക്കുന്നു, ആ മണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അപ്പൊ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ നമ്മൾ ഒരു പഞ്ഞി വെക്കണം. എന്തിനാ പഞ്ഞി വെക്കുന്നത്? ഇത് ചൂടാക്കുമ്പോൾ ഈ മണ്ണിലുള്ള ജലാംശം എന്ത് ചെയ്യും അല്ലെ? അത് വേപ്പറാകും അഥവാ നീരാവിയാകും. ആ നീരാവി എവിടെ നമുക്ക് കാണാൻ പറ്റും? ഈ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നത് കാണാൻ പറ്റും. കാരണം പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മൾ പഞ്ഞി വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് അതിൽ ജലാംശം ഉണ്ടോ എന്ന് കാണാൻ അറിയാൻ സാധിക്കും. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ജലശുദ്ധീകരണ പ്രക്രിയയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു 4 പ്രവർത്തനങ്ങൾ നമുക്കറിയാം വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ക്രമമായിട്ട് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്നുള്ളത് സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയായിരുന്നു വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഘട്ടങ്ങൾ പറയാൻ പറ്റുമോ? ഈ 4 ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമോ മക്കളെ? നിങ്ങൾക്ക് കമന്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? 1 2 3 4 എങ്ങനെയാണ് വരുന്നത്? ആദ്യം തന്നെ അടിയാതെ കിടക്കുന്ന ജലമാണോ? അല്ല, ജലം വായുവുമായി കലർത്തുന്നു, ജലത്തിൽ ഖരപദാർത്ഥങ്ങളെ ആലം ചേർത്ത് അടിയിക്കുന്നു, ജലം അണുവിമുക്തമാക്കുന്നു. ഏതാദ്യം വരിക അല്ലെ? നമുക്കറിയാം 6 പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. ആദ്യം എന്താ സംഭവിക്കുന്നത്? ദെൻ ഇംഗ്ലീഷാണ്, തൊട്ടപ്പുറത്ത് മലയാളമുണ്ട്. എയറേഷൻ ആണ് കൊടുക്കുന്നത്. ജലം വായുവുമായിട്ട് എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇതിലേതാ വരിക? ഒന്ന് ഈ പറഞ്ഞ 3ാമത്തെ കാര്യമാണ് ആദ്യം വരിക. മക്കളെ നമ്മൾ എക്സാമിന് എഴുതുമ്പോഴേ 3 2 1 അങ്ങനെ വെറുതെ എഴുതിക്കരുത് കേട്ടോ. ആ 3 കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കുക. ഏത്? ആദ്യം സ്റ്റെപ്പ് 1 എന്ന് എഴുതിക്കാണ്ട് തന്നെ ജലം വായുവുമായി കലർത്തുന്നു, എയറേഷൻ നടത്തുന്നു. രണ്ടാമത്തെ എന്താണ്? ഈ പറഞ്ഞതിൽ നമുക്കറിയാം എയറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊയാഗുലേഷൻ നടക്കും. അതിലേക്ക് ആലം ചേർത്ത് കണ്ട് എന്ത് ചെയ്യും? നമ്മൾ പിന്നെ അതിനെ കൊയാഗുലേറ്റ് ചെയ്യും അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ ഖരപദാർത്ഥങ്ങളെ അവിടെ അടിയിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ജലത്തിൽ കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. സെഡിമെന്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് ആലം. അപ്പൊ 3 കഴിഞ്ഞ പിന്നെ ആരാണ്? 4 ആണ്. പിന്നെ നമുക്ക് അറിയാം അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. അതിന്റെ പേര് എന്തായിരുന്നു മക്കളെ? ഓർമ്മ ഉണ്ടോ? ക്ലാരിഫ്ലൊക്കുലേഷൻ അല്ലെ? അടിയാതെ കിടക്കുന്ന വേസ്റ്റിനെ ബാക്കിയുള്ള വാട്ടറിനെ എന്ത് ചെയ്യുന്നു? അത് ഫിൽട്ടർ ചെയ്യുന്നു. അപ്പൊ ക്ലാരിഫ്ലൊക്കുലേഷൻ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ 3ാമത്തെ സംഗതി. ദെൻ ജലം അണുവിമുക്തമാക്കുന്നു. നമ്മൾ വിളിച്ച പേരെന്തായിരുന്നുടാ? ക്ലോറിനേഷൻ അല്ലെ? ക്ലോറിനേഷൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ക്ലോറിൻ പോലുള്ള വാതകത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്കൂളിന് സമീപമുള്ള ജലാശയത്തിനടുത്ത് ജലസംരക്ഷണ സന്ദേശം, വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം, മെസ്സേജ് ചെയ്യാൻ ആ ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതിൽ എഴുതാനുള്ള 3 സന്ദേശം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാട്ടറിനെ, നമുക്കറിയാം വാട്ടർ എന്നുള്ളത് വളരെ പ്രഷ്യസ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം നമ്മൾ. അതിനു വേണ്ടിയിട്ടുള്ള 3 സന്ദേശം, നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മനസ്സിലുള്ള 3 ഇഷ്ടമുള്ള സംഗതി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്ലോഗൻ പോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് അവർ വാട്ടർ, പ്രിസർവ് അവർ ഫ്യൂച്ചർ അല്ലെ? ജലത്തെ സംരക്ഷിക്കൂ, നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസർവ് ടുഡേ ഫോർ ടുമോറോസ് ജനറേഷൻ, ഇന്ന് നമ്മൾ സംഭരിച്ചു വെച്ചാൽ അത് നാളത്തെ ജനതയ്ക്കും വേണ്ടിയിട്ട്, നാളത്തെ ജനറേഷനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എവറി ഡ്രോപ്പ് കൗണ്ട്സ്, ലെറ്റ്സ് വർക്ക് ടുഗദർ ടു കൺസർവ് വാട്ടർ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ അല്ലെ? സുസ്ഥിരമായിട്ടുള്ള ഒരു നാളേക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നമുക്ക് പണിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഓരോ തുള്ളിയെയും നമുക്ക് എന്ത് ചെയ്യണം അല്ലെ? അത് പിന്നെ കൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്നുള്ള സംഗതിയാണ്. വാട്ടർ ഈസ് എ ലൈഫ് അല്ലെ? ജലമാണ് ജീവൻ. യൂസ് വൈസ്ലി, കൺസർവ് എഫക്റ്റീവ്ലി ആൻഡ് സെക്യൂർ അവർ ഫ്യൂച്ചർ അല്ലെ? ഇതൊക്കെ ഒരേ അർത്ഥങ്ങൾ വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടേതായിട്ടുള്ള ഭാവന ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സ്ലോഗനുകളോ അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതേ ക്വസ്റ്റ്യൻ ആണ്, 4ാമത്തെ ചോദ്യത്തിന്റെ അതേ സംഗതി തന്നെ മറ്റൊരു രൂപത്തിൽ. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ഏതൊരു ചോദ്യം കാണുമ്പോഴും ഇത് ഏതാണ് ചാപ്റ്റർ നമുക്ക് നോക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞ പോലെ ആസിഡ് ആൽക്കലിയും അതേപോലെ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ, നിർമ്മലമായ പ്രകൃതിക്കായി, ആ 2 ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇന്ന ചാപ്റ്റർ ആണെന്ന്. പക്ഷേ ഒരുപാട് ബാക്കിയുള്ള ബയോളജിയുടെയും ഫിസിക്സിന്റെയും ഒക്കെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ, മറ്റുള്ള ചാപ്റ്ററിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കണ്ട് ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിക്കേ, നേരത്തെ പറഞ്ഞ പോലെ ക്രമപ്രകാരം എഴുതാൻ തന്നെയാണ്, പക്ഷെ ആ പ്രവർത്തനങ്ങളുടെ പേരാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ആദ്യം എയറേഷൻ ആണ്, രണ്ടാമത്തേതാണ് കൊയാഗുലേഷൻ ആണ് അല്ലെ? ഇവിടെ നമുക്കറിയാം കൊയാഗുലേഷൻ ആണ് വരിക. ഇവിടെയോ ക്ലാരിഫ്ലൊക്കുലേഷൻ ആണ് വരിക അല്ലെ? പിന്നെ അതേപോലെ തന്നെ പിന്നെ വരിക ക്ലോറിനേഷൻ ആണ് വരിക അല്ലെ? അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോന്ന് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലൊക്കുലേഷൻ, ദെൻ ഏതാണ്? ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് എന്ത്? ക്ലോറിനേഷൻ അല്ലെ? അപ്പൊ ഇവിടെ ഫിൽട്രേഷൻ വരും, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലോറിനേഷൻ വരും. അപ്പൊ ആ രൂപത്തിൽ എഴുതാൻ നമുക്ക് സാധിക്കണം. ജലത്തിന്റെ, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ന്യൂട്രലൈസ്ഡ് ആയിരിക്കും, നിർവീര്യകരണം ചെയ്ത രൂപത്തിലായിരിക്കും. അപ്പൊ 7 ആണ് വരുന്നത്. കുറച്ചും കൂടി കൃത്യമായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ
ആണെങ്കിൽ 6.5 മുതൽ അല്ലെ വാട്ടർ ഈസ് വിത്ത് pH വാല്യൂ 6.5 മുതൽ 7.5 വരെ ഉള്ളത് എന്ത് ചെയ്യാം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൺ ടെസ്റ്റിംഗ് വാട്ടർ ദ പ്രസൻസ് ഓഫ് ഈക്കോളൈ ബാക്ടീരിയ അവിടെ കണ്ടെത്തി. ഈക്കോളൈ ബാക്ടീരിയ വന്നാൽ എന്താണ് അത് പ്രശ്നമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യാണ് ഗിവ് സം സജഷൻസ് ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻ. ഈ അവസ്ഥ ഒഴിവാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈക്കോളൈ ബാക്ടീരിയ എപ്പോഴാണ് വരിക? അവിടെ എന്ത് മാലിന്യങ്ങൾ ആ ജലത്തിൽ അടിയുമ്പോഴാണ് എന്ത് ചെയ്യുക അത് ഈക്കോളൈ ബാക്ടീരിയ ഉണ്ടാക്കുക. അതാണ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായി തീരുക. അപ്പൊ നമുക്ക് പല നിർദ്ദേശങ്ങളും കൊടുക്കാൻ പറ്റും. കീപ് ദ വെൽസ് ഫ്രം ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് സീവേജ് അല്ലെ. ഈ പറഞ്ഞ മാലിന്യങ്ങൾ ഈ പറഞ്ഞ വെൽ അഥവാ കിണറുമായിട്ട് സമ്പർക്കത്തിൽ വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം അതിനൊരു ഭിത്തി കെട്ടിയിട്ടുണ്ടാവണം. പ്രോപ്പർ യൂസ് ഓഫ് ലാട്രിൻസ്. ലാട്രിൻസ് നമുക്കറിയാം അല്ലെ, ഈ പറഞ്ഞ ടോയ്ലറ്റ് മാലിന്യങ്ങൾ എന്ത് ചെയ്യണം അത് അവിടെ കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകണം. അതൊരിക്കലും എന്ത് ചെയ്യരുത് നമുക്കറിയാം പിന്നെ വെല്ലുമായിട്ട് കിണറുമായിട്ട് സമ്പർക്കത്തിൽ വരരുത്. എൻഷുർ ദാറ്റ് വെൽസ് ആൻഡ് ലാട്രിൻ പിറ്റ്സ് ആർ അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് അല്ലെ. നമ്മൾ ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു ടോയ്ലറ്റിലെ വേസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പുറത്ത് വലിയൊരു കിണറുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഇതിൽ വരുന്ന വേസ്റ്റുകളിൽ വാട്ടറൊക്കെ എന്ത് ചെയ്യും കുറെ കഴിയുമ്പോൾ കിണറ്റിലേക്ക് അത് ഫിൽട്ടർ ചെയ്തെത്തും. അത് സംഭവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഡേഞ്ചറാണ്. ഒരുപാട് കോളറ പോലെയുള്ള അല്ലെ വയറിളക്കം പോലെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമായി തീരും. ഓക്കെ യെസ്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തൊരു ചോദ്യമാണ്. ആസിഡുകളും ആൽക്കലികളുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ലായനി 1 ലായനി 2 രണ്ട് ലായനികൾ കൊടുത്തിട്ടുണ്ട്, 2 സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫീനോഫ്തലിൻ ചേർത്തപ്പോൾ നിറമില്ല, മീഥൈൽ ഓറഞ്ച് ചേർത്തപ്പോൾ പിങ്ക് നിറമുണ്ടായി, മഞ്ഞൾ പുരട്ടിയ ലായനി വെച്ചപ്പോൾ നിറം മാറിയില്ല. എങ്കിൽ ലായനി 1 ഏതാണ്, ലായനി 2 ഏതാണ്, അതിന്റെ രാസ സ്വഭാവം എഴുതാനാണ്. അപ്പോൾ കണ്ടെത്തൽ മനസ്സിലാക്കാം. ഫീനോഫ്തലിൻ ചേർത്തപ്പോൾ നിറമില്ല, മീഥൈൽ ഓറഞ്ച് ചേർത്തപ്പോൾ പിങ്ക് നിറമുണ്ടായി അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഈ പറഞ്ഞ ഫീനോഫ്തലിനും മീഥൈൽ ഓറഞ്ച് ഒക്കെ നമുക്കറിയാം ഇൻഡിക്കേറ്റർ ആണ് അല്ലെ, സൂചകങ്ങളാണ്. ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞതിൽ ഏതാ വെക്കണത്? ഫീനോഫ്തലിൻ ആണെങ്കിൽ നിറമില്ലെങ്കിൽ അതേതായിരിക്കും ആസിഡ് ആണ് അല്ലെ. മീഥൈൽ ഓറഞ്ച് ചേർത്തപ്പോൾ പിങ്ക് നിറമുണ്ടായി, അതേതാണ് ആസിഡ് ആണ്. ഇനിയോ അവിടെ പറഞ്ഞെന്താ ഈ പറഞ്ഞ ടർമറിക് ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു നിറം മാറിയില്ല. ടർമറിക് നിറം നമുക്കറിയാം മഞ്ഞളാണ്, മഞ്ഞളിന്റെ ഏത് കളറാണുള്ളത് മഞ്ഞ കളർ തന്നെയാണ്, നിറം മാറിയില്ല. അപ്പോൾ ലായനി 1 ഏതാണ് മക്കളെ? ലായനി ഒന്നാമത്തെ സൊല്യൂഷൻ ഏതാണ്? അത് ആസിഡ് ആണ്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ എന്തായിരിക്കും? ബേസ് ആയിരിക്കും, ആൽക്കലി ആയിരിക്കും. പിങ്ക് കളർ ഉണ്ടായി, പെയിൽ യെല്ലോ കളർ ആഡ് ചെയ്തു. എപ്പോ? മീഥൈൽ ഓറഞ്ച് എടുത്തപ്പോൾ പെയിൽ യെല്ലോ കളർ ഉണ്ടായി. അതേപോലെ തന്നെ ടെർമറിക്കിന്റെ ക്ലോത്ത് വെച്ചപ്പോൾ എന്തായി? അത് കളർ ചേഞ്ച് സംഭവിച്ചു. അപ്പൊ രണ്ടാമത്തേതാണ് ആൽക്കലിയാണ്. ഇനി അടുത്ത് നോക്കിക്കേ. റൈറ്റ് ഓൺ എനി 2 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ 2. ആൽക്കലിയുടെ 2 പ്രത്യേകത പറയാം. ആൽക്കലി പ്രത്യേകത എന്താണ്? കാരരുചിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അഥവാ പിന്നെ ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വഴുവഴുപ്പ് ഉണ്ടാകും അല്ലെ, സ്ലിപ്പറി ആയിട്ടുള്ള സംഗതിയാണ് അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് ഇത് ആൽക്കലി. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആസിഡ് ആണ്. അപ്പൊ അതൊക്കെയാണ് പ്രത്യേകത. ഇനിയോ ഇത് എന്ത് ചെയ്യാൻ? പെയറയൻ പിന്നെ ചേരുംപടി ചേർക്കാനാണ്. ഓട്ടോമൊബൈൽ ബാറ്ററി ഞാൻ പറയാം നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, സൾഫ്യൂരിക് ആസിഡ് ആണ് നമുക്കറിയാം. മാനുഫാക്ചർ ഓഫ് സോപ്പ് ഏതാണ്? കോസ്റ്റിക് സോഡയാണെന്ന് നമുക്കറിയാം. ഇനി പ്രിപ്പറേഷൻ ഓഫ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ പറഞ്ഞ രൂപത്തിൽ അതിൽ 2 കോസ്റ്റിക് സോഡിന് കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർ ഓഫ് പെയിന്റ് നമുക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാനുണ്ട് അല്ലെ. പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റിക് സോഡ അല്ല വിനെഗർ ആണ് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ടാവും? ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും. അവിടെ വിനെഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഏത് ചാപ്റ്ററാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തരാണ്, സിമ്പിൾ ആയിട്ടുള്ളത്. ഇനി വരുന്ന ചോദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെ അവിടെ ആൻസർ എന്ത് ചെയ്യണം? കൃത്യമായി പറയണം. ഏഴാമത്തെ ഒരു ചോദ്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3 3 മണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജലത്തുള്ളികൾ ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പുറത്തു വന്ന തുള്ളികൾ ഒഴിച്ച് അതിൽ എത്ര ഉണ്ട്? അതിൻ്റെയൊക്കെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണമാണ്. അതിലേറ്റവും കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? നമ്മൾ കണ്ടെത്തണേ. ആൻസർ
കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ 3 സാമ്പിളുകളിൽ ഏത് മണ്ണാണ് ഇട്ടത്? അപ്പോൾ നമുക്ക് കണ്ടെത്തൽ മനസ്സിലാക്കാൻ പറ്റും. മൂന്ന് ടൈപ്പ് പറയാം. ഒന്ന് സാൻഡ് ആയിരിക്കും മിക്കവാറും, ഒന്ന് ഈ പറഞ്ഞ രൂപത്തിൽ എന്തായിരിക്കും, പിന്നെ വല്ല പറമ്പിൽ നിന്ന് എടുത്ത മണ്ണായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ടൈപ്പ് മണ്ണായിരിക്കും. അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോഴുള്ള പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലേക്ക് ജലം ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ പുറത്തു വരുന്ന തുള്ളി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എങ്കിൽ ആ മണ്ണിന്റെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഇത് നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ എഴുതണമെന്നില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതണം, ജൈവ സമ്പന്നമായ മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന 2 സാഹചര്യങ്ങൾ അല്ലേ. പിന്നെ ഏറ്റവും സർഫസിലുള്ള സോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള സംഗതിയും. അപ്പൊ ഇതിലെ എ ചോദ്യത്തിന്റെ ഉത്തരവും അതേപോലെ തന്നെ സി ചോദ്യത്തിന്റെ ഉത്തരവും എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം. എയും സിയും ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. കണ്ടോ, എത്രപോലെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. ഇതേ ചോദ്യങ്ങളാവില്ല ഒരിക്കലും എക്സാമിന് വരിക, പക്ഷെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചും മറിച്ചുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയായിരിക്കും നമുക്ക് വരിക. നമ്മൾ കൃത്യമായി നന്നായിട്ട് പഠിക്കുക. മുഴുവൻ മാർക്കും എന്ത് ചെയ്യണം, നമുക്ക് ബേസിക് സയൻസിൽ കിട്ടണം. അതിനു വേണ്ട എല്ലാ ഹെൽപ്പും മറ്റുള്ള മാത്സിലെയും ഒക്കെയുള്ള പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഉണ്ട്. നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്ട് ഈ ഒരു ചാനൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എക്സാമിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് താങ്ക് യു.